ഇന്നലെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എഴുതിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില വാക്കുകൾ ചിലരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല എന്നാണ് എഴുതിയത്. അതിൽ രണ്ടർത്ഥമുണ്ട്. കാരണം അതിൽ ഒരുപക്ഷെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അവരങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അതൊരു നെഗറ്റീവ് പറയാം, അല്ലെങ്കിൽ മോശമായ കുറച്ച് വാക്കുകൾ എന്തെങ്കിലും ആവാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു സഹായം, അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സഹായമാകുന്ന രീതിയിലോ, അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്ന രീതിയിലോ ഒക്കെ നമ്മളോടുള്ള സംസാരമോ പ്രവൃത്തിയോ ഒക്കെ ആവാം. അപ്പം നമുക്ക് ആ രണ്ട് രീതിയിൽ ചിലരിൽ നിന്ന് നമ്മൾ ചിലത് പ്രതീക്ഷിക്കില്ലെന്ന് പറയുമ്പോൾ നമ്മളൊരിക്കലും വിചാരിക്കില്ല അവർ നമ്മളോട് അങ്ങനെ പറയും, അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ ഒരു സഹായം ചെയ്യും, എങ്ങനെയൊക്കെയുള്ള അല്ലേ. അതാണ് ചിലപ്പോൾ നമ്മൾ ഓർക്കും, ഇങ്ങനെ വിചാരിക്കും, ഇന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളൊരു കാര്യം വന്നാൽ അവർ നമുക്ക് വേണ്ടി സഹായം ചെയ്യും എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ സമീപിക്കും, ഇങ്ങനൊരു സഹായം ചെയ്യാമോ എന്നുള്ളത്. പക്ഷേ അവരാരെങ്കിലും ചെയ്യണമെന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മളൊരു കാര്യം അതിനെന്താ ഞാൻ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് അതിനെന്താ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തിരക്കാമല്ലോ, പറയാമല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദൈവമേ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളതായാലും അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്ന്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പറയാമെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറുണ്ട്. അത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരുപക്ഷെ ഞാൻ നേരത്തെ ഒരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയത്, ടീച്ചറാണ് എന്നെ ഇവിടെ നിന്ന് എറണാകുളം വരെ കൊണ്ടുപോയത്. കാരണം ടീച്ചർ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടുന്ന് ഹെൽമെറ്റും ഒക്കെ എടുത്ത് അവിടെ ട്യൂഷൻ സെൻ്ററിൻ്റെ അപ്പുറം വരെ ഞാൻ നടന്നു. കാരണം ടീച്ചറിൻ്റെ വീട് എനിക്ക് കറക്റ്റല്ല, ഉള്ളിലോട്ട് മാറിയ. അപ്പോൾ എന്നെ ഇവിടെ വരെ വരാമെന്ന് എന്നോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ശരിയെന്ന് സമ്മതിച്ചിട്ട് ഞാൻ റെഡിയായ ഒരു ടൈം കഴിഞ്ഞ് ആയപ്പോഴത്തേക്കും ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങോട്ട് നടന്നു. കാരണം വഴി വെച്ച് കാണുമ്പം കയറാം, വെറുതെ ഇത്രയും ദൂരം കൊണ്ട് വരില്ല, ഞാൻ വെറുതെ നിൽക്കുമല്ലേ, അങ്ങനെയെന്ന് വിചാരിച്ച് ഞാൻ നടന്നു. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ടീച്ചറിനെ കണ്ട് അങ്ങനെയാണ് പോയത്. ടീച്ചറിനാണെങ്കിൽ വേണമെങ്കിൽ അവിടെ ടീച്ചറിൻ്റെ ഓഫീസിൻ്റെ അവിടെ നിർത്തിയിട്ട് എനിക്ക് ഓട്ടോയ്ക്ക് പോകാമായിരുന്നു. പക്ഷേ എന്നെ അവിടം വരെ കൊണ്ടുവന്ന് ഈ സ്ഥാപനം ഏതാണെന്ന് കാണിച്ച് തന്നിട്ടാണ് തിരിച്ച് ഓഫീസിലേക്ക് പോയത്. അപ്പം തിരിച്ചു വരാനുള്ള എനിക്ക് എറണാകുളം അങ്ങനെ വലിയ ഇതില്ലാത്തതുകൊണ്ട് വഴിയൊക്കെ പറഞ്ഞ് ടീച്ചർ ശ്രദ്ധിക്കണേ, ചോദിക്കണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജുകളൊക്കെ അയക്കുകയൊക്കെ ചെയ്ത്. അതുകൊണ്ട് എക്സാം കഴിഞ്ഞ് പാസ്സായി എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ടീച്ചറിനോട് അപ്പം തന്നെ മെസ്സേജ് ഞാൻ അയച്ച് പറയുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു ഉപകാരം ചെയ്ത ആളാണ്. അപ്പം കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ ക്ലാസ്സിൽ നിന്നപ്പോഴത്തേക്കും എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാനും ഉണ്ട് അങ്ങോട്ടാണെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്, അപ്പുറത്തെ റോഡിലാണ്, ഞാൻ ഈ വരുന്ന റോഡിൽ തന്നെയാണ്. അപ്പുറത്താണ് ഹസ്ബൻഡിൻ്റെ വീട്. ടീച്ചറിൻ്റെ വീട് പിന്നെ ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററിൻ്റെ അവിടെ നിന്ന് വേറൊരു ദിക്കിലേക്ക്, ഇപ്പുറത്തോട്ട് രണ്ട് ദിക്കിലേട്ടാണ്. ഇവിടെ എൻ്റെ വീടിന് അടുത്ത് വരുന്നത് ഹസ്ബൻഡിൻ്റെ വീടും ട്യൂഷൻ സെൻ്ററിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത് ടീച്ചറിൻ്റെ വീട്. അപ്പോൾ ഹസ്ബൻഡ് വെളിയിലാണ്, ഗൾഫിലാണ്. അതുകൊണ്ട് ടീച്ചർ ജോലിക്കും ഒക്കെ പോകുന്നതിനും ഒക്കെ സൗകര്യം അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ടീച്ചറിൻ്റെ വീട്ടിലാണ് കൂടുതൽ ദിവസവും നിൽക്കാറുള്ളത്. അപ്പം പറഞ്ഞു ഞാൻ ഇങ്ങോട്ടാണ്, ഹസ്ബൻഡ് വന്നിട്ട്. ഞാൻ പറഞ്ഞേ ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞില്ല, സർപ്രൈസായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. 10 ദിവസത്തെ ലീവേ ഉള്ളൂ, കാലുവേദന ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോടാ. അപ്പം ഇവിടെ ഈ മാസത്തെ ലീവ് ഫുള്ള് എടുത്ത് വെച്ചിരിക്കുകയാണ് അവിടുത്തെ വർക്ക് ചെയ്യുന്നിടത്തെ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ലീവിനി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കല്യാണം ശനിയാഴ്ച വരുന്നുമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ മാസം ലീവ് തീർന്നല്ലോ, അപ്പോൾ അടുത്ത മാസത്തേക്ക് വന്നാൽ മതിയെന്നു. അതേ ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിന് അടുത്ത മാസം പിന്നെ കല്യാണം ഉണ്ടല്ലോ, അപ്പോൾ അതോടൊക്കെ അറേഞ്ച് ചെയ്തായിരിക്കും ചിലപ്പം ഇവിടുത്തെ വന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആയിരിക്കും, ദൈവമേ എത്ര നാളിന് ശേഷമായിരിക്കും ഇവർ തമ്മിലൊന്ന് കാണുക അല്ലേ. ഫോണിൽ കാണാറുണ്ടെങ്കിലും നമ്മൾ
നാളുകൾക്ക് ശേഷം നാട്ടിൽ വരുന്ന ആളല്ലേ. അപ്പം വൈഫ് കൂടെ ഉണ്ടെങ്കിൽ അത്രയും ഹാപ്പിയല്ലേ. എവിടെയെങ്കിലും ഇവിടെയൊക്കെ ഒന്നിച്ച് പോകാനോ അല്ലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ ഒക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഹസ്ബൻഡ് നോക്കിയിട്ട് ജോലിക്ക് പോകുമ്പോൾ ടീച്ചറിനൊരു സന്തോഷമല്ലേ. അപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറിന് വോയിസ് അയച്ചായിരുന്നേ. ടീച്ചറെ, എനിക്ക് 3 ദിവസമാണ് രാവിലെ ക്ലാസ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ടീച്ചറിന് ക്ലാസ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോളാം. ഞാൻ സാറുമായിട്ട് സംസാരിക്കാം. 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പം പിന്നീട് വേണമെങ്കിൽ ക്ലാസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാം, പോർഷൻ തീർന്നില്ലെങ്കിലെന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് ടീച്ചർ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ചോദിക്കാനുള്ള മനസ്സ് കാണിയില്ല. അപ്പം ഞാൻ അത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് പക്ഷെ തോന്നിയില്ല. ഞാൻ പറഞ്ഞത് വെച്ചാൽ നമുക്ക് ഒരാളുടെ മനസ്സിലാക്കി നിൽക്കുക എന്ന് പറഞ്ഞത്. ഇപ്പം ടീച്ചറിന് രാവിലെ 7 മണിക്കാണ് ട്യൂഷന് വരേണ്ടത്. ക്ലാസ്സിൽ വന്നിട്ട് 8:45 വരെ അവിടെ നിൽക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ ഹസ്ബൻഡ് എണീക്കുന്നതും ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു ടൈമായിരിക്കും. അതങ്ങനെ 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ജീവിതമല്ലേ എന്ന് കരുതി. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും കരുതണ്ട ടീച്ചറെ, നമ്മളെല്ലാം മനുഷ്യരല്ലേ. ഒന്നോർത്താൽ എന്നെ ഇവിടുന്ന് ചുമന്ന് എൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോകുന്നാക്കിയ ആളല്ലേ. അപ്പോൾ അതിനപ്പുറത്തേക്ക് അതിലും വലിയ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇതൊന്നും ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്ന് പറഞ്ഞ് അപ്പം ടീച്ചറിന് ഭയങ്കര സന്തോഷം. അങ്ങനെ എൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ അതൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞപ്പം അതിൻ്റെ കൂടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചറിന് തൊണ്ടവേദനയായിട്ട് ശബ്ദമില്ലാണ്ടായിപ്പോയി. രാവിലെ എണീച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സ്റ്റേജിൽ. അങ്ങനെ പിന്നെ അപ്പം ഞാൻ നോക്കി ക്ലാസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ സാറിനെ വിളിച്ച് ഹസ്ബൻഡ് പറഞ്ഞു സൗണ്ട് വരുന്നില്ല എന്നുള്ളത്. പിന്നെ ഈ കാരണം അപ്പോൾ ഇന്ന് രാവിലെ അപ്പോൾ ഞാൻ ഇന്നും നാളെയൊക്കെ ഉണ്ടല്ലോ ക്ലാസ്. ഞാൻ ചോദിച്ചു എങ്ങനെ എനിക്ക് ഇന്നും നാളെ ഒന്നും ക്ലാസ് ഇല്ല, വരണോ പറഞ്ഞില്ല. ടീച്ചറെ 2 ദിവസത്തെ കാര്യമുള്ളൂ, ഞാൻ വരാം, കുഴപ്പമില്ല, ഇപ്പം കുറവുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറയണം, നേരത്തെ പറയണം, എന്നെങ്കിലേ എനിക്ക് റെഡിയാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്ക് തൊണ്ടയ്ക്ക് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം 7 മണിക്കുള്ള മെസ്സേജ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ കാണുന്ന സമയം 7:30 കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ പോയിട്ട് കാര്യമില്ല, റെഡിയായി പോകുമ്പോൾ മാനസയൊക്കെ ആയിട്ട് ഇടിവെച്ച് പോകുമ്പോൾ താമസിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് പോയോ അപ്പം രാവിലെ? ഇല്ല, പോയിട്ടില്ലെന്ന് പറഞ്ഞു. സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു പറഞ്ഞു. പിന്നെ ഒന്നും അറിഞ്ഞില്ല. ഞാൻ തിരക്കണം നാളത്തെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത്. എന്തൊക്കെയാണല്ലേ ഗൾഫ് കാര്യമാണെങ്കിൽ ഇങ്ങനെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ. ഇപ്പം ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ആണെങ്കിൽ കുറേ ലീവൊക്കെ അവരുടെ ഉണ്ട് താനും, അങ്ങനെയൊക്കെ എടുക്കാം. അല്ലാതെ പ്രൈവറ്റായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുമ്പം അവർക്ക് ഉള്ള ജോലി കളഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഹസ്ബൻഡും വൈഫും കൂടെ ഒരുപോലെ ജോലി ചെയ്ത് പോയാലേ പല കാര്യങ്ങളിലും ഹസ്ബൻഡിനൊരു തണലായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം എല്ലാ കാര്യങ്ങളും ഒരാളുടെ അടുത്തു നിന്ന് നേടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 100 കൂട്ടം കാര്യങ്ങളല്ലേ. അപ്പം നമ്മളെക്കൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും പറ്റുന്നതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. വലിയ എമൗണ്ടൊന്നും സമ്പാദിക്കാൻ പറ്റില്ലെങ്കിൽ പറ്റുന്ന രീതിയിലൊരു ഹെൽപ്പ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഗൾഫുകാരുടെ ഒരു പ്രശ്നമാണത്. എന്ത് ചെയ്യാം. അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആ സമയത്ത് നമ്മളെ ശരിക്കും ബുദ്ധിമുട്ടേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. അപ്പം ടീച്ചർ എന്നോട് പറയാം, ഞാൻ ലീവ് എടുക്കുന്ന കാര്യം എന്തെങ്കിലും അത് ഞാനേ കഴിഞ്ഞ ദിവസം വേറൊരു കാര്യത്തിന് മേഡത്തിനെ വിളിച്ചപ്പം മേഡം ഇങ്ങോട്ട് പറയാണ് എന്നെ വിളിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, എനിക്ക് കുറച്ച് നേരത്തെ പോകണമെന്ന് പറയാനല്ലേ എന്ന് മേഡം എന്നോട് ചോദിച്ചെന്ന്. അപ്പം അല്ല മേഡം, ഞാൻ വേറൊരു കാര്യത്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, നേരത്തെ പോകണം. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മേഡമാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷേ അവർ ജോലി ചെയ്യാൻ കാശ് കൊടുക്കുമ്പം നമ്മൾ അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്യണ്ടേ. എല്ലാവരെയും വേണം, അതാണല്ലോ ഏറ്റവും വലിയൊരു പ്രശ്നം. ചില കാര്യങ്ങളിൽ നമ്മൾ ചിലതൊന്നും മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റില്ല. മാറ്റി വെച്ചാൽ നമ്മളെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും. അപ്പോൾ അത് വേണോ ഇത് വേണോ ഇല്ലേ, ഫുൾ കൺഫ്യൂഷനാണ്. എല്ലാം കൂടെ പോകുക എന്ന് പറയുന്നത് ഇച്ചിരി നല്ല കഷ്ടപ്പാടുള്ള കാര്യമാണ്. പക്ഷേ ജീവിതമാണ്, മുന്നോട്ട് പോകണമെങ്കിൽ പല കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം ഉറപ്പായും കിട്ടും, ഉറപ്പായിട്ടും. അതിനൊരു മാറ്റവും ഇല്ല. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നേടിയിട്ടുണ്ടെങ്കിൽ
അതിനുള്ള ഫലം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഓക്കെ.